യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക ചിന്തകൾ, വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതായ ഭാഗം യേശുവിൻ്റെ ഈ ഭൂമിയിലെ മാതാവായിരുന്ന മറിയ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ വാക്ക് നിമിത്തം അവൾ ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിച്ചപ്പോൾ ദൈവത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അവൾ പാടിയ പാട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറിയ ഉൾപ്പെടുത്തി. അത് ഒന്ന് തൻ്റെ സോൾ, തൻ്റെ ദേഹിയെക്കുറിച്ചും, രണ്ടാമത് അവളുടെ ആത്മാവിനെക്കുറിച്ചും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നതായ ദേഹി, ആത്മാവ് എന്നീ പ്രധാനപ്പെട്ട മനുഷ്യനിലുള്ള ആ ഘടകങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായൊരറിവ് യേശുവിൻ്റെ മാതാവായിരുന്ന മറിയയിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കും ഈ മൂന്ന് ഘടകങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം ഉണ്ടായിരിക്കണം. ഇന്ന് പല ആളുകൾക്കും ദൈവവചനത്തെക്കുറിച്ചോ ദൈവവചനത്തിൻ്റെ ആഴകളെക്കുറിച്ചോ അറിവാൻ താല്പര്യമില്ല. കാരണം മനുഷ്യർ എപ്പോഴും ഇന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ദൈവത്തെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ദൈവവചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷയുള്ള കാര്യമല്ല. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തെ കുറിച്ച് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കണം. എന്താണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? മനുഷ്യൻ എന്നതിനെക്കുറിച്ച് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യനിലുള്ള മൂന്ന് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരുപക്ഷെ പലരും ചോദിക്കുമായിരിക്കാം, ഈ ദേഹത്തെക്കുറിച്ചും ദേഹിയെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനം എന്നൊക്കെ ആളുകൾ ചോദിക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ ഈ മൂന്ന് ഘടകങ്ങളും അറിയുന്നത് ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ ആത്മീകമായ ജീവിതത്തിന് വളരെയധികം സഹായകമാണ്. ഇപ്രകാരമുള്ള ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ, ഈ പാപഭംഗിലമായ ഭൂമിയിൽ നാം ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ ജീവിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കും. ഇന്നലെ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചതായ ഒരു വേദഭാഗത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. നോക്കണേ, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. ജഡത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ തന്നെ വിശുദ്ധ ബൈബിൾ മനുഷ്യനെക്കുറിച്ച് പറയുന്നതായ മൂന്ന് പ്രധാനപ്പെട്ട വിഭാഗങ്ങളുണ്ട്. അത് വിശുദ്ധ ബൈബിളിൽ വിവിധ ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ധാരാളം റെഫറൻസുകൾ ഉള്ളതുകൊണ്ട് ഞാൻ റെഫറൻസുകളൊന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ റെഫറൻസുകൾ ഞാൻ തരുന്നതായിരിക്കും. മനുഷ്യവർഗത്തിലെ ഈ മൂന്ന് വിഭാഗക്കാരിൽ ആദ്യത്തെ വിഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പ്രാകൃത മനുഷ്യൻ അഥവാ നാച്ചുറൽ മാൻ എന്നുള്ളതായ മനുഷ്യനെ കുറിച്ചാണ്. പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവിക മനുഷ്യൻ എന്നാണ് അർത്ഥം. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മൂന്ന് ഘടകങ്ങളോട് കൂടിയാണ്. ദേഹം, ദേഹി, ആത്മാവ് എന്നീ മൂന്ന് ഘടകങ്ങളോട് കൂടെ. എന്നാൽ ഈ പ്രാകൃത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപം ചെയ്തപ്പോൾ അവൻ്റെ ഉള്ളിലെ ആത്മാവ് മരിച്ചുപോയി. യഹോവയായ ദൈവം ആദാമിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ തോട്ടത്തിൻ്റെ മധ്യഭാഗത്തെ ഈ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നാൽ നീ മരിക്കും. ആ മരിക്കും എന്ന് ദൈവം ഉദ്ദേശിച്ചത് അവൻ്റെ ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചല്ല, ശാരീരിക മരണത്തെക്കുറിച്ചല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദം ആ പഴം കഴിച്ച ഉടൻ തന്നെ മരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ ഫിസിക്കലി അവനൊരു ഡെത്ത് അവിടെ സംഭവിച്ചില്ല. പക്ഷേ സ്പിരിച്വലി അവനൊരു ഡെത്ത് സംഭവിച്ചു. അതാണ് അവൻ ദൈവത്തെ ഒളിച്ച് ഒരു മരത്തിൻ്റെ കീഴിൽ പോയി അഭയം പ്രാപിച്ചത്. അവന് നഗ്നനാണെന്നുള്ള ബോധം അവൻ്റെ ഉള്ളിൽ ഉണ്ടായത്. ഇതുപോലെ തന്നെ സ്വാഭാവിക മനുഷ്യൻ എന്ന് നമ്മളിവിടെ പറയുന്നത്, അഥവാ നമ്മൾ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവ് മരിച്ചവരായ ആളുകളാണ്. അതായത് പാപം ചെയ്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും അകന്നുപോയ ആളുകൾ. അതാണ് ആത്മാവ് മരിച്ചവർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു, മനുഷ്യനിൽ മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന് ദേഹം, രണ്ട് ദേഹി, മൂന്ന് ആത്മാവ്. ഈ ആത്മാവ് ദൈവവിഷയപരമായി അവനിൽ സജീവമായെങ്കിൽ മാത്രമേ ദൈവത്തോടുള്ള ബന്ധം അവന് പുലർത്തുവാൻ കഴിയത്തുള്ളൂ. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയ്ക്കും ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അവരുടെ ആത്മാവിലൂടെയുള്ള ബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഈ പാപമില്ലാത്തതായ ആളുകളോടുകൂടെ സഹവസിപ്പാൻ കഴിഞ്ഞു. വെയിലാറുമ്പോൾ യഹോവ ദൈവം തോട്ടത്തിൽ വരാറുണ്ടായിരുന്നെന്നും അവൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തോടുകൂടെ നടക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട്
ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് മനുഷ്യനുമായിട്ടുള്ള ഇങ്ങനെയുള്ള കൂട്ടായ്മയാണ്. പക്ഷേ പാപം ചെയ്തപ്പോൾ അവൻ്റെ ഉള്ളിലെ ആത്മാവ് മരിച്ചുപോയി. ദൈവത്തോട് അവന് സമ്പർക്കപ്പെടാൻ കഴിയാത്തതായ ഒരവസ്ഥയിലേക്ക് അവൻ കടന്നു വന്നു. പുതിയ നിയമത്തിലെ വളരെ ചെറിയ ഒരു ലേഖനമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന യൂദായുടെ ലേഖനം, അതിൻ്റെ 19-ാം വാക്യത്തിൽ യൂദ പറയുന്നുണ്ട്, പ്രാകൃതന്മാർ അവർ ആത്മാവില്ലാത്തവരാണ്. ആത്മാവില്ല എന്നുള്ളത് തീർത്തും ആത്മാവില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ആത്മാവ് സജീവമല്ലാതെ മൃതാവസ്ഥയിലിരിക്കുന്നവരായ ആളുകളാണ് ഈ പ്രാകൃതന്മാർ എന്ന് പറയുന്നത്. അതായത് ഇന്ന് പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അവൻ്റെ ഉള്ളിലുള്ള ആത്മാവ് മരിച്ചു പോയിരിക്കുക, അവനിൽ ആത്മമരണം സംഭവിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയം നിങ്ങൾ പാപത്തിൽ ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഈ പ്രാകൃത മനുഷ്യൻ്റെ അവസ്ഥയാണ്. അതായത് ഈ നാച്ചുറൽ മാൻ എന്നുള്ളതായ അവസ്ഥയാണ്. അതായത് നിങ്ങളുടെ ആത്മാവ് മരിച്ചിരിക്കുന്നു, മൃതാവസ്ഥയിലായിരിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള ആളുകളുടെ വിധി എന്താണ്? ഇങ്ങനെയുള്ള ആളുകൾ മരിച്ചുപോയി എന്ന് കരുതുക, അവർക്ക് ഫിസിക്കൽ ഡെത്ത് സംഭവിച്ചു എന്ന് കരുതുക. അവർ ഒരിക്കലും നിത്യതയിലേക്ക്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവർ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. എന്തുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളെ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറ്റുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. ഒരു സഭയിൽ നിന്നും വേറൊരു സംഘടനയിലേക്ക്, ഒരു സംഘടനയിൽ നിന്നും വേറൊരു സംഘടനയിലേക്ക് മാറ്റുക എന്നുള്ളതല്ല സുവിശേഷത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സുവിശേഷത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പ്രാകൃത മനുഷ്യനെ, ആത്മാവ് മരിച്ച ആ വ്യക്തിയെ, അവനിൽ പുതുജനനം കൊടുത്ത് അവൻ്റെ ആത്മാവിനെ മടക്കിക്കൊണ്ടുവന്ന് ദൈവത്തോടുള്ള സജീവതയിൽ അവനെ നിലനിർത്തുക എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ അറിയില്ലെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിലൂടെയുള്ള സുവിശേഷം കേട്ട് നിങ്ങൾ പുതുജനന അനുഭവം, രക്ഷിക്കപ്പെടുന്ന അനുഭവം പ്രാപിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഏത് പള്ളിയിൽ പോകുന്ന വ്യക്തിയാണെങ്കിലും, ഏത് മാർഗത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ മരണശേഷം നിങ്ങൾ ദൈവത്തിനടുക്കിലേക്ക് പോകുന്നില്ല. വിശുദ്ധ ബൈബിളിൻ പ്രകാരം അങ്ങനെയുള്ളവർ പോകുന്നത് പാതാളത്തിലേക്കാണ്, യാതനാ സ്ഥലത്തിലേക്കാണ് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. കർത്താവ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് മറ്റൊരു ഉപമ പറഞ്ഞിരുന്നു, ധനവാന്റെ ലാസറിന്റെ ഉപമ. അവിടെ ലാസർ മരിച്ച് അബ്രഹാമിന്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ധനവാൻ, ദൈവത്തെ അറിയാത്തവൻ, പ്രാകൃത മനുഷ്യനായി ജീവിച്ചവൻ, അവൻ യാതനാ സ്ഥലത്തിലേക്ക് പോയി. അവൻ്റെ യാതന യേശുവോട് വിവരിക്കുന്നുണ്ട്. അല്പം വെള്ളം കുടിക്കുവാൻ, സ്വസ്ഥമാകുവാൻ, ആത്മാവ് ശാന്തമാകുവാൻ അവൻ ആഗ്രഹിച്ചിട്ടും അത് പ്രാപിക്കാതെ ആ നിത്യദണ്ഡനത്തിൽ അവൻ കിടക്കുന്നതായ അവസ്ഥ. അപ്പോൾ ഇതാണ് പ്രാകൃത മനുഷ്യന് സംഭവിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ, അതായത് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആത്മീയ മനുഷ്യനാണ്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവൻ ആത്മാവിൽ ജനിച്ചവനാണ്. അതായത് വീണ്ടും ജനനം പ്രാപിച്ചവൻ, പുതുജനന അനുഭവം ഉള്ളവനായ വ്യക്തി. എന്താണ് പുതുജനനം എന്ന് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. മാത്രമല്ല, നമ്മൾ ദൈവത്തിൽ നിന്നും ജനിക്കണം. അത് കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുക വഴിയാണ് നമ്മൾ ഈ വീണ്ടും ജനന അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ഈ ഭൂമിയിലാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നുള്ള നമ്മുടെ ആദ്യ ജനനം, പക്ഷേ നമ്മുടെ സെക്കൻഡ് ബർത്ത് എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. ആ ജനനം പ്രാപിച്ച ആളുകളെയാണ് ഇവിടെ ആത്മീകർ എന്ന് പറയുന്നത്. ഇവർ കർത്താവിൻ്റെ വരവെങ്കിൽ ഒന്നുകിൽ ശരീരത്തോടു കൂടിയാണെങ്കിൽ അവർ എടുക്കപ്പെടും, അല്ല കർത്താവിൻ്റെ വരവിന് മുമ്പ് അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാഹളനാദം കേൾക്കുമ്പോൾ അവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് അവർ മരിക്കുമ്പോൾ അവർ ക്രിസ്തുവിലാണ് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാവ് കർത്താവ് യേശുക്രിസ്തു തൻ്റെ അടുത്ത് ക്രൂശിൽ കിടന്നതായ ആ കള്ളനോട് പറഞ്ഞതുപോലെ ഇന്നു മുതൽ നീ പറുദീസയിൽ ഇരിക്കും എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കും എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്നതായ വ്യക്തമായ സന്ദേശം. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ജഡീക മനുഷ്യരാണ്. എന്താണ് ജഡീക മനുഷ്യർ എന്ന് പറഞ്ഞാൽ? ഇവര് ദൈവത്തിന്റെ വചനം കേട്ട്, സുവിശേഷം കേട്ട് പേടിച്ചെന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ നരകത്തിൽ പോകുമേ എന്നുള്ള ചിന്ത ഇവരുടെ ഉള്ളിൽ ഉണ്ടായി. അല്ല, വീട്ടിലെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും സ്നാനപ്പെട്ടു, ഞാൻ മാത്രമായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ സ്നാനപ്പെടുന്നു. അവർ സ്നാനപ്പെട്ടു എങ്കിലും, അല്ലെങ്കിൽ അവർ പുതുജനനം പ്രാപിച്ചു എങ്കിലും
ആത്മീയമായി വളർച്ച അവർ ആഗ്രഹിക്കാതെ അവർ ശിശുപ്രായത്തിൽ തന്നെ, അതായത് ജനിച്ച അതേപടി തന്നെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുന്നവരെയാണ് ജഡീകർ എന്ന് പറയുന്നത്. അവർ ജഡപ്രകാരം ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർ ഒരിക്കലും ആത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവരൊരു പ്രസംഗം കേൾക്കുമ്പോൾ ആ പ്രസംഗത്തിലെ ജഡീകമായ കാര്യങ്ങളായിരിക്കും അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ആത്മീകമായ കാര്യങ്ങളെ അവർ എടുക്കുകയില്ല. ആത്മീകമായ തീരുമാനങ്ങളിലേക്കും അവർ കടന്നു വരത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജഡീകർ. ഇനി ഈ ജഡീകരുടെ അവസ്ഥ എന്താവും? നമ്മൾ മുമ്പ് കേട്ടതുപോലെ തന്നെ ഈ ജഡീകരായ ആളുകളും ന്യായവിസ്താര ദിവസം ദൈവത്തിന് മുമ്പാകെ അവർക്ക് നിൽക്കാൻ കഴിയാതെ വരും. കാരണം അവരുടെ ആത്മാവ് ജീവിച്ചുവെങ്കിലും ആത്മീയമായി വളർച്ച പ്രാപിക്കാതെ അവർ മുരടിച്ചു നിൽക്കുന്ന നിമിത്തം നമ്മൾ സാധാരണയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കും കാലം എന്ന് പറയുന്ന പോലെ അവർക്ക് വളർച്ച പ്രാപിക്കുവാൻ കഴിയാത്തതുകൊണ്ട് അവരും ഈ ഒരു മൃതാവസ്ഥയിൽ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ജഡാഭിലാഷമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം അവർ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവരെപ്പോഴും ജഡീകന്മാരായിരിക്കും. ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ആ നിത്യത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഞാൻ ഈ മനുഷ്യവർഗത്തിൻ്റെ 3 വിഭാഗത്തെക്കുറിച്ച് സംസാരിച്ച നിമിത്തം നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നതെന്നുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ 3 വിഭാഗത്തിൽ ആദ്യത്തെ 2 വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തമായ ആത്മീക അനുഗ്രഹം പ്രാപിക്കുന്ന, ആത്മീക നിറവുള്ളതായ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായ ജീവിതം നയിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. അത് നിങ്ങൾക്കും ഈ രക്ഷയെ അനുഭവസ്ഥമാക്കുവാൻ കഴിയും. ഇന്ന് മരണം കൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് മാറ്റപ്പെട്ടാൽ പോലും നിങ്ങളുടെ ആത്മാവ് കർത്താവ് യേശുക്രിസ്തുവിൽ ഭദ്രമായിരിക്കുമെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും കർത്താവ് യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്ന പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ജീവന്റെ പുതുക്കമുണ്ടായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. മനുഷ്യവർഗത്തിൻ്റെ 3 വിഭാഗങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കണം അങ്ങ് ഇടയാക്കി തീർത്തു. ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്ന ഈ 3 വിഭാഗക്കാർ, പ്രാകൃത മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ, ജഡീക മനുഷ്യൻ. കർത്താവ്, അതിൽ ഞങ്ങൾ പ്രാകൃതരോ ജഡീകരോ ആകാതെ ആത്മീക മനുഷ്യരായി തീർന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈ ലോകത്തിലായിരിക്കാനും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനും അല്ല ഞങ്ങൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആത്മാവ് കർത്താവായ യേശുക്രിസ്തുവിൽ ഭദ്രമായിരിക്കാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.